ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. 2025 ജൂലൈയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 ജൂലൈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സാക്കിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. 2025 ജൂലൈയിൽ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സാക്കിയ രാജ്യം അമേരിക്കയാണ്. ലോക കണ്ടൽ ദിനം എന്നാണ്? ജൂലൈ 26 ലോക കണ്ടൽ ദിനം ജൂലൈ 26. 2025 ജൂലൈ 26 ലോക കണ്ടൽ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ. ചൈനയിലും അമേരിക്കയിലും അതിവേഗം വ്യാപിച്ച കോവിഡിൻ്റെ പുതിയ വകഭേദം ഏതാണ്? NB181 ആണ്. NB181. നിംബസ് എന്നും ഈ വകഭേദം അറിയപ്പെടുന്നു. സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് 2025 ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡാണ്. 2 സ്വീഡൻ, 3 ഡെൻമാർക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം 99. 2025 സുസ്ഥിര വികസന റിപ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്, ഇന്ത്യയുടെ സ്ഥാനം 99. അടുത്തിടെ പൊട്ടിത്തെറിച്ച കിലൗയ അഗ്നിപർവ്വതം. കിലൗയ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? അമേരിക്കയിലാണ്. അടുത്തിടെ പൊട്ടിത്തെറിച്ച കിലൗയ അഗ്നിപർവ്വതം അമേരിക്കയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത ജില്ല ഏതാണ്? കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത ജില്ല കോട്ടയമാണ്. 2025 ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115 ആണ്. ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഐസ്ലൻഡാണ്. അപ്പം 2025 ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115, ഒന്നാം സ്ഥാനം ഐസ്ലൻഡാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. അപ്പം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സ്റ്റേറ്റ് തെലങ്കാനയാണ്. റോഡ് സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നോ ഹെൽമറ്റ് നോ ഇന്ധനം എന്ന ക്യാമ്പയിൻ അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.